പിടിച്ചോ, കാലി പിടിച്ചോ, കാലി പിടിച്ചോ, കാലി പിടിച്ചോ. പണിയാക്കിണ്ടല്ലേ? നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് സുൽത്താൻ ബത്തേരി ടൗണിലാണ്. ഇവിടെ ഇന്ന് രാവിലെ ഒരു ഫർണിച്ചർ ഷോപ്പിൽ മാൻ കയറുന്നൊരു സാഹചര്യം ഉണ്ടായി. സുൽത്താൻ ബത്തേരിയിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം മുന്നെയാണ് നമ്മൾ കണ്ടത്. ഒരു കാട്ടാന KSRTC ഗ്യാരേജിൽ വന്ന് KSRTC ഗ്യാരേജിൽ വന്നൊരു കാഴ്ചയൊക്കെ നമ്മൾ ഒരു ദിവസം മുന്നെയാണ് കണ്ടത്. അപ്പോൾ അതിന് സമാനമായിട്ടുള്ളൊരു സംഭവം ഇന്നിപ്പോൾ രാവിലെ ഉണ്ടായിരിക്കുകയാണ്. ഇന്നൊരു ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ ഒരു ഫർണിച്ചർ ഷോപ്പിൽ മാൻ വന്ന് കയറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു രംഗങ്ങളാണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. പിടിച്ചോ, കാലി പിടിച്ചോ, കാലി പിടിച്ചോ, കാലി പിടിച്ചോ. പണിയാക്കിണ്ടല്ലേ? കസേരങ്ങൾ കൊടുത്തുവിടണം, അതിനിരിക്കാൻ സ്ഥലമില്ല. രംഗങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് ആ ഒരു സംഭവം നടന്ന ആ ഒരു പ്രദേശത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോവാം. നമുക്കവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ ഓണറിനോട് തന്നെ നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, ഇതാണ് ഈ കടയിലാണ് സംഭവം നടന്നത്. സുൽത്താൻ ബത്തേരി ടൗണാണ് നമ്മൾ ഈ കാണുന്നത്. ഏതായാലും നമുക്ക് അവിടെ ചെന്ന് നോക്കാം. അതിൻ്റെ ഓണറോട് തന്നെ നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഈ ഒരു ഷോപ്പിലാണ് ആ മാൻ കയറി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്ക് ഏതായാലും അദ്ദേഹത്തോട് തന്നെ നേരിട്ട് കാര്യം ചോദിക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ടോമി. ഈ ഷോപ്പിൽ ബത്തേരിയിലെ മൊഡേണ ഫർണിച്ചർ. ഇന്ന് രാവിലെ അല്ലേ മാനിൻ്റെ അത്? ഇന്ന് രാവിലെ ഞങ്ങൾ 9 മണിക്ക് കട തുറക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ പുറത്ത്? അപ്പോൾ ജസ്റ്റ് ഇത് റോട്ടിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഓപ്പോസിറ്റ് ഷോപ്പിൻ്റെ ഗ്ലാസ് ഡോർ ചെയ്ത് തട്ടിയിട്ട് തിരിച്ചോടി. റോഡ് ക്രോസ് ചെയ്ത് തിരിച്ചോടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഷട്ടർ ബന്ധിക്കുന്ന സമയമാണ്. ഇതിന് ഓടി കടയിലകത്തേക്ക് കയറി. അകത്തേക്ക് കയറി. അപ്പോൾ ഇതിൽ ഓടി നടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളപ്പോൾ തന്നെ പിന്നെ ഫോറസ്റ്റുകാരെ അറിയിച്ചു. പോലീസും ഫോറസ്റ്റുകാരും കൂടി വന്നു കഴിഞ്ഞാൽ അതിനെ എത്ര സമയം കൊണ്ട് അവർ വന്നു? ഇവിടെ ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തി. 10 മിനിറ്റ് എടുത്തില്ല. കാരണം പിന്നെ ഓടി നടന്ന ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ടൈലായതുകൊണ്ട് തെന്നി വീഴുമായിരുന്നു. അപ്പോൾ ഓടി രക്ഷപ്പെടാൻ നേരം എങ്ങനെ ഇതിൻ്റെ അകത്ത് നിന്ന്? ഇതിൻ്റെ അകത്തേക്ക് പുള്ളി ഓടി ചുറ്റിങ്ങനെ ഓടി നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ഷട്ടറും ഞങ്ങൾ പുറത്ത് കാവൽ നിന്നു, ഓടി പോകാതിരിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് റീച്ച് അവർ പെട്ടെന്ന് തന്നെ റെസ്പോൺസ് ചെയ്തു. വന്ന വലയും കൊണ്ട് വന്ന് പിടിച്ച് കെട്ടിക്കൊണ്ടുപോയി. ഇതെങ്ങനെയാ വേറെ എന്തെങ്കിലും ചേസ് ചെയ്ത് വന്നാണോ? അങ്ങനെ പട്ടി ഓടിച്ചു. പട്ടി ഒരു 3-4 പട്ടികളുണ്ടായിരുന്നു. അത് പട്ടികളെ ഇവരെ ഓടിച്ചു. അതിനുശേഷം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണി വരെ ഈ തെരുവ് നായ്ക്കൾ കടയുടെ പരിസരത്ത് തന്നെ തമ്പടിച്ചേക്കുമായിരുന്നു. 2 മണി വരെ. ഇപ്പോൾ അത് ജസ്റ്റ് മാനിവിടെ നിന്നുള്ള പ്രതീക്ഷയിൽ അവരിങ്ങനെ മണത്ത് നടക്കണ്ടായിരുന്നു. ഇപ്പോൾ കടയിലാണെങ്കിൽ ഇവർ ഓടി നടന്നാകെ വൃത്തികളാക്കി മൂത്രമൊഴിച്ചും ഒക്കെ വൃത്തികളാക്കി പോലെ ഞങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നാശനഷ്ടങ്ങൾ വന്നിട്ടില്ല. പക്ഷെ തൊട്ട് ചേർന്ന് പലചരക്കടയായിരുന്നു. അവിടെ കയറിയിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് ഒത്തിരി നാശനഷ്ടങ്ങൾ സംഭവിച്ചതല്ലേ. ഞങ്ങളുടെ കടയിലായതുകൊണ്ട് വേറെ സംഭവിച്ചില്ല. 9 മണി 8:55-9 തുറക്കുന്ന സീനിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഓടി അകത്തേക്ക് കയറിയോണ്ട് വേറെ നാശനഷ്ടം ഉണ്ടായില്ല. അതിൽ ചിലപ്പോൾ വണ്ടി ഇരിക്കുകയോ, അതിന് ഹൈവേ ആണല്ലോ. ഞങ്ങൾ സ്റ്റാഫ് മാത്രം ഉണ്ടായിരുന്നു. കസ്റ്റമേഴ്സ് വന്ന് അവിടുന്ന് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ബ്യൂട്ടി സ്പോട്ട് എന്ന് പറയുന്ന കടയുണ്ട്, ഒരു ബാർബർ ഷോപ്പ്. അവിടെയാണ് ആദ്യം വന്ന ഗ്ലാസ്സിൽ തട്ടിയിട്ടാണ് പുള്ളി തിരിച്ചു.
അപ്പം റോഡ് ക്രോസിങ് കൂടും. ഇവിടെ നമ്മൾ ഷട്ടർ പൊക്കുക, നേരെ അകത്തേക്ക് ഓടിക്കുക, ഇങ്ങോട്ട് ഓടി എല്ലാം ഉള്ളിൽ കൂടി ഒന്ന് ഓടി നടന്നു. ഉള്ളി വരെ പോയില്ല. അങ്ങനെ അറ്റം വരെ പോയിട്ട് ഒക്കെ ഓടി നടന്ന് അപ്പോൾ ഈ പോണ വഴിക്ക് ഇത് പേടിച്ച് മൂത്രം ഒഴിക്കുകയാണ് ചെയ്യുക. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു കുറച്ച് നേരത്തെ പണി വന്നു എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. എന്നാലും വേറെ ദോഷങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. കടയ്ക്കും പറ്റിയിട്ടില്ല, മാനിനും പറ്റിയിട്ടില്ല. കുറേ പ്രാവശ്യം വീഴുകയൊക്കെ ചെയ്തല്ലേ? അത് ഓടുമ്പോൾ ടൈലായതുകൊണ്ട് തെന്നി വീഴും. ഇല്ലില്ല, ഒന്നുമില്ല. അത് ഓടി നടക്കുമ്പോൾ തെന്നി വീഴും ടൈലായതുകൊണ്ട്. ഇപ്പം ഇന്നലെ ആയിരുന്നപ്പോൾ ഗ്യാരേജിൽ ഒരു ആന വന്നു. ഇവിടെ സ്ഥിരം കുരങ്ങിൻ്റെ ശല്യം എന്നും ഉണ്ട് ഞങ്ങൾക്ക്. ഈ കമ്പി കൂടി വന്നു കഴിഞ്ഞാൽ താഴേക്ക് KCB ലൈനിൽ കൂടി വന്നിട്ട് താഴേക്ക് ഇറങ്ങും. കുരങ്ങനെ എപ്പോഴും ടൗണിൽ തന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഒട്ടും നടക്കുകയാണ് നടക്കണേ. പന്നിയാണെങ്കിൽ എന്നും ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് പന്നി. ഇതേയൊക്കെയാണ് കട തുറന്നയാള്. പാട് കാണുന്നല്ലേ? പട്ടിയാണ് ഇതിന്റെ ആൾക്കാർ കൊണ്ടുവന്നല്ലേ? അതിനേക്കാളെല്ലാം അത്ഭുതം അവർ വീണ്ടും വീണ്ടും അന്വേഷിച്ച് വരിക എന്നുള്ള പട്ടി. മണം പിടിച്ച് അവർക്ക് അറിയാം അവിടെ ഉണ്ടെന്ന് അറിയാം. എത്ര ദൂരം ഉണ്ട് ഫോറസ്റ്റിലേക്ക്? ഇവിടുത്തെ തൊട്ടപ്പുറം ഒരു 500 മീറ്റർ എപ്പോഴത്തേക്കും ഫോറസ്റ്റ് ആയാലും ഗ്യാരേജിന്റെ ബാക്ക് സൈഡിലേക്ക് എത്തി. 500 ഇല്ല ശരിക്കും. സംഭവം ആദ്യമായിട്ടല്ലേ കടയ്ക്ക് അകത്തേക്ക് കയറണം. ഇതിനു മുമ്പ് നമുക്ക് കുരങ്ങ് ഓടി കയറിയിട്ടുണ്ട്, മാൻ ഓടി കയറി. ടൗണിൽ കൂടെ അങ്ങനെ വരുന്നുണ്ടോ? തൊട്ട് താഴെ ഒരു 50 മീറ്റർ താഴെ വരുന്നുണ്ട്. പിന്നെ ഈ ഇവിടെ ഈ പള്ളി പറമ്പിലൊക്കെ എപ്പോഴും വരുന്നതാണ്. അതൊരു മുസ്ലിം പള്ളിയുടെ ശ്മശാന. അവിടെയൊക്കെ എന്നും ആന വരുന്നത്. ആനയാണെങ്കിൽ ഇവിടുന്ന് 100 മീറ്റർ താഴെ വരുന്നുണ്ട്. ഞാൻ എൻ്റെ വീട് ഇവിടുന്ന് ഒരു കഷ്ടി 100 മീറ്ററേ ഉള്ളൂ. അതിൻ്റെ മുറ്റത്തൊക്കെ ഒരു വർഷം 3 ആനയൊക്കെ വന്നിട്ടുണ്ട്. ഈ കാണുന്ന ഫർണിച്ചർ ഷോപ്പിലാട്ടോ. കാണുന്ന നമുക്ക് നിലമൊക്കെ കാണാം, ടൈലും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും വേറെ കുഴപ്പങ്ങളൊന്നും ഇവർക്കും പറ്റിയില്ല, മാനിനും പറ്റിയില്ല. ഏതായാലും ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ സ്ഥിരമാട്ടോ ഇവിടെ ബത്തേരി ഭാഗത്തൊക്കെ. നിങ്ങൾ കണ്ടല്ലോ, ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു കടയിൽ വെച്ചാണ് ഇന്ന് രാവിലെ ആ സംഭവം ഉണ്ടായത്. എന്താ പറയുക, ഈ കടയുടെ പേരെന്തായിരുന്നു? മോഡേൺ ഫർണിച്ചർ എന്ന് പറഞ്ഞ ബത്തേരിയിലുള്ള ഒരു ഫർണിച്ചർ ഷോപ്പാണ്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് മാൻ ഇന്ന് രാവിലെ ഓടി കയറിയത്. തെരുവ് നായ്ക്കൾ ഓടിച്ചതായിരുന്നു. അപ്പോൾ ഓടിച്ച് മാൻ ഇങ്ങോട്ട് ഓടി കയറുകയായിരുന്നു. ഏതായാലും സ്റ്റാഫ് ആ സമയത്ത് തന്നെ എത്രയും പെട്ടെന്ന് ഫോറസ്റ്റുകാരെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയും അതുപോലെ തന്നെ ഫോറസ്റ്റുകാർ ഇവിടെ എത്തി മാനിനെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഇച്ചിരി മുന്നേ കണ്ടത്. ഏതായാലും ബത്തേരി ടൗണിൽ ഇതുപോലെ മാനും ആനയും ഒക്കെ ആയിട്ട് ഇപ്പോൾ ബത്തേരി ടൗൺ ഇപ്പം സ്ഥിരം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം വന്യമൃഗങ്ങൾ ഇതുപോലെ സാധാരണ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ മാത്രമായിരുന്നു ഇതിൻ്റെ ഒരു ദോഷഫലം അനുഭവിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ നഗരങ്ങളിൽ താമസിക്കുന്നവർ പോലും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് ബത്തേരി ഗ്യാരേജിൽ കാട്ടാന ഇറങ്ങി ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ നമ്മൾ കണ്ടാണ്. ആനേനെ പിന്നീട് തുരത്തുന്നതും നമ്മൾ കണ്ടാണ്. ഇതുപോലെ സ്ഥിരമായിരിക്കുകയാണ് ഇപ്പോൾ ബത്തേരിയിലെ ഇതുപോലെ പ്രശ്നങ്ങൾ. അപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ ഭീതിയോടുകൂടി തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നത്. ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു. പിടിച്ചോ, കാലി പിടിച്ചോ. പണിയാക്കിണ്ടല്ലേ? കസേരങ്ങൾ കൊടുത്തു വിടണം. അതിനിരിക്കാൻ സ്ഥലമില്ല.